ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ? അടിപൊളിയായിട്ട് നമ്മുടെ ഓണപ്പരീക്ഷ നമ്മൾ അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളെല്ലാവരും ടെൻഷൻ ആയിരിക്കില്ലേ? കാര്യം നിങ്ങൾ പുതിയ സിലബസ് ആണ്, കഴിഞ്ഞ കൊല്ലം മാറിയ സിലബസ് ആണെങ്കിൽ പുതിയ പാറ്റേൺ ആണ് അല്ലേ? പാറ്റേൺ ഇത്തവണ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളിലും പുതുപുത്തൻ പാറ്റേണിലായിരിക്കും പരീക്ഷകൾ വരിക എന്നുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി കാണാപാഠം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത്തരത്തിൽ പുതിയ പാറ്റേണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക. കാര്യം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമന്റ്സിലുള്ള ഫീഡ്ബാക്കും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. അപ്പൊ മറക്കരുത്, ഇറ്റ്സ് മീ, എന്റെ പേര് മറക്കരുത്, ഇറ്റ്സ് മീ VJR. ഓക്കെ, തുടങ്ങാം. അപ്പൊ ഇനി സമയം കളയേണ്ട, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചു വെക്കുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ ഇക്കൊല്ലം പുതുതായിട്ട് SCERT ഇറക്കിയിട്ടുള്ള ആ ഒരു ചോദ്യമാണ്. അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ: എ ബിഗ് വെസൽ കണ്ടെയ്ൻസ് 25 ലിറ്റർ ഓഫ് വാട്ടർ ആൻഡ് സ്മോൾ വെസൽ കണ്ടെയ്ൻസ് 15 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. എന്താ അവര് പറഞ്ഞേ? അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, വലിയ പാത്രത്തിൽ 25 ലിറ്റർ വെള്ളം കൊള്ളൂ, 15 ലിറ്റർ വെള്ളം ചെറുതിൽ കൊള്ളും. എന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 ശരിയാണോ തെറ്റാണോ, ഇതിൽ ഏതാണ് ശരി, 1, 2 ശരി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. വാട്ടർ ഇൻ ദ സ്മോളർ വെസൽ ഈസ് 3/5 പാർട്ട് ഓഫ് ദ ലാർജർ. വാട്ടർ ഇൻ ദ സ്മോളർ വെസൽ ഈസ് 2/3 പാർട്ട് ഓഫ് ദ ലാർജർ. വാട്ടർ ഇൻ ദ ലാർജർ വെസൽ ഈസ് താഴെ 1, 2 കറക്റ്റ്. ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, പേടിക്കരുത്. കാര്യം ഇത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ ഈ 3 സാധനങ്ങൾ ഇതിലേത് ശരി എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ മെയിൻ ക്വസ്റ്റ്യന്റെ ആ ഒരു ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എന്താ പറഞ്ഞത്, വലിയതിൽ 25 ലിറ്റർ കൊള്ളും, ചെറുതില് 15 ലിറ്റർ കൊള്ളും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, വലുതും ചെറുതുമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു പാത്രങ്ങളായിട്ട് വരച്ചുതരാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. ഇതാണ് ഇപ്പൊ ചെറിയ പാത്രം എന്ന് വിചാരിച്ചോ, ചെറിയ പാത്രം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതാണ് ഇപ്പൊ ചെറിയ പാത്രം, ഇതാണ് വലിയ പാത്രം. 2 പാത്രങ്ങൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തേല് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാ പറഞ്ഞേക്കുന്നത്? ആദ്യത്തേല് 25. ആദ്യത്തേല് എന്ന് പറഞ്ഞാല് ചെറുതിൽ 15. അപ്പൊ ചെറുതിൽ 15ഉം വലുതിൽ 25. അപ്പൊ ചെറുത് ആദ്യം തന്നെ ഇതാ. ചെറുതിൽ 15 ലിറ്റർ വെള്ളം കൊള്ളും, വലുതിൽ 25 ലിറ്റർ വെള്ളം കൊള്ളും. ഇങ്ങനെയാണ് അതിന്റെ വെള്ളം കൊള്ളുന്നതിന്റെ രീതി. ഇനി ഇങ്ങനെ ഒരു വെള്ളം കൊള്ളുന്ന രീതി ആയിക്കോട്ടെ, എന്ത് തന്നെ, ഏത് ടൈപ്പ് ഓഫ് ടൈംസ്, മടങ്ങ് എത്ര, ഭാഗം എത്ര പാർട്ടാണ്, മടങ്ങ്, പാർട്ട്, അങ്ങനെ ടൈംസും പാർട്ടും കിട്ടണമെങ്കിൽ ആദ്യം ചെറുത് ഇതുപോലെ എഴുതി വെക്കുക, വലുതും എഴുതി വെക്കാം. ആ ഓർഡറിൽ തന്നെ എഴുതുക, ചെറുതാദ്യത വലുത് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മടങ്ങ് കിട്ടണമെങ്കിൽ ജസ്റ്റ് കേട്ടിരുന്നോ, നമ്മളോട് എന്ത് ചോദിച്ചാലും മടങ്ങ് പാർട്ട് എന്ന് പറഞ്ഞ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറുത് ചെയ്താൽ വലുത് ചെയ്താൽ ശേഷം അവിടെ ചെറുതും വലുതും തമ്മിലുള്ള, അതായത് മടങ്ങ് കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങോട്ടാണ് മടങ്ങ്, അതായത് ടൈംസ്, അതായത് ചെറുതിൽ നിന്നാ വലുതിലേക്ക്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മടങ്ങ് ടൈംസ് കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ നോക്കുക. 25 ലിറ്റർ അല്ലടാ ഏറ്റവും വലുത്, നിങ്ങൾക്കറിയാം 25 ലിറ്റർ ആണ്. ചെറുതെന്ന് പറഞ്ഞാൽ 15. ആ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 25 എത്ര, 15 ഉണ്ടടാ. 25 15 നമുക്ക് വെട്ടി ചെറുതാക്കാം. 25 5 എണ്ണം ഉണ്ട്. അതേ 5 15 3 എണ്ണം ഉണ്ട്. എന്താ ഈ 5/3 എന്ന് അറിയാടാ? 5/3 മടങ്ങ് ടൈംസ്, അതായത് മടങ്ങ് എന്ത്, വെള്ളമല്ല, പാലല്ലേ, പാലം എന്താണ്, വെള്ളമാണ്. ഓക്കെ, 15 ലിറ്റർ ചെറുതിലും 25 ലിറ്റർ വലുതിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ചെറുതിന്റെ 5/3 മടങ്ങാണ്, ടൈംസ് ആണ്, 5/3 ടൈംസ് ആണ് വലുതിലുള്ളത്. അതായത് ഈ 15ഉം 5/3 ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. അതായത് 15ന്റെ 5/3 ടൈംസ് ആണ് 25 എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 15 × 5/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മടങ്ങ് കിട്ടണമെങ്കിൽ വലുതും ചെറുതും ഡിവൈഡ് ചെയ്താൽ മതി. വലുത് മുകളിൽ എത്തണേ. അപ്പൊ മടങ്ങ് നമുക്ക് കിട്ടി, ടൈംസ് കിട്ടി. ഇനി നേരെ തിരിച്ച്
ഈ 5/3 റെസിപ്രോക്കൽ എടുത്താൽ, ഏത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് വ്യൂൽക്രമം. എന്താ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ അറിയാടാ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട്, അതായത് വ്യൂൽക്രമം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 എന്ത് വരും, ഈ 3 മുകളിൽ കയറി വരും, ഈ 5 ഈ 3 മുകളിലും ഈ 5 താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗം കിട്ടും. അപ്പൊ 3/5 ഭാഗമാണ് കേട്ടോ. ഭാഗം എന്ന് പറഞ്ഞാൽ പാർട്ട്, അതായത് ഇതിന്റെ 3/5 പാർട്ട്, അതായത് 3/5 പാർട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മടങ്ങും ഭാഗവും പഠിച്ചു വെക്കുക. മടങ്ങ് എങ്ങനെ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു, വലുതും ചെറുതും ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മടങ്ങായി. അത് നേരെ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരേ പൊളി നമുക്ക് എന്ത് കിട്ടും, ഭാഗം, പാർട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വലിയ പാത്രത്തിന്റെ 3/5 ഭാഗമാണ് ചെറിയ പാത്രത്തിലേത്. വലിയ പാത്രത്തിന്റെ 3/5 ഭാഗം എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇംഗ്ലീഷിൽ ഇവിടെ ഉണ്ടിട്ട ക്വസ്റ്റ്യൻ അതാ, വാട്ടർ ഇൻ ദ സ്മോളർ വെസൽ ഈസ് 3/5 പാർട്ട് ഓഫ് ദ ലാർജർ. വലിയ പാത്രത്തിന്റെ 3/5 ഭാഗമാണോ നമുക്ക് നോക്കാം അല്ലെ. വലിയ പാത്രം ഇതാണ്, വലിയ പാത്രത്തിന്റെ 3/5 ഭാഗമാണ്. കണ്ടോ, നമ്മൾ ചെയ്തപ്പോഴും വ്യൂൽക്രമം എടുത്തപ്പോഴും 3/5 ഭാഗം എന്നല്ലേ കിട്ടിയത്. അപ്പൊ നോക്ക്, വലിയ പാത്രത്തിന്റെ 3/5 ഭാഗമാണ്. അപ്പൊ ഒന്നാമത്തത് എന്താണ്, ഈ ഒരു ഓപ്ഷൻ ശരിയാണ്, 1 ശരിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ നോക്കി വെക്കാം. വലിയ പാത്രത്തിന്റെ 2/3 ഭാഗം. ഇതിലേടാ 2/3 അല്ലേ, ഇതിൽ 3/5 മാത്രമേ ഉള്ളൂ ഭാഗമായിട്ട്. അപ്പൊ 2/3 ഇല്ല. അപ്പൊ ഈ രണ്ടാമത്തത് തെറ്റായിരിക്കും. കത്തിയോടാ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നോക്ക്, ചെറിയ പാത്രത്തിന്റെ 5/3 മടങ്ങാണ്. നോക്ക്, ചെറിയ പാത്രം ഇതാണ്, അതിന്റെ 5/3 ടൈംസ് 5/3 മടങ്ങാണ്, ടൈംസ് ആണ് എന്നാണ് ചോദിച്ചത്. ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആണ്, ചെറുതിന്റെ 5/3 ടൈംസ് മടങ്ങാണ് വലുതിനുള്ളത്. ദാറ്റ് ഈസ് 5/3. ആൻസർ ഒരേ പൊളി സെറ്റ്. അതായത് ദിസ് ഏതൊക്കെയാ, ഒന്നാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനുമാണ് ശരി കേട്ടോ. അതായത് 1ഉം 3ഉം ശരി ഉള്ളത് ഏതാ നോക്കാം. ദിസ് ഈസ് ദ ആൻസർ സി. അപ്പൊ ഇങ്ങനെ ഈ മെയിൻ സാധനം ചെയ്തിട്ട് അത് വാല്യൂ ചെയ്താൽ മതി. അപ്പൊ മടങ്ങ് കിട്ടണമെങ്കിൽ വലുതും ചെറുതും ഡിവൈഡ് ചെയ്യുക, ടൈംസ് കിട്ടണമെങ്കിൽ എന്നിട്ട് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, അതിന്റെ ഭാഗമായിരിക്കും കിട്ടുക. അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിലുള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അതിൽ തന്നെയുള്ള ഒരു അടുത്തൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം, ഉടായ്പും പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് എളുപ്പവും പറഞ്ഞുതരാം, യഥാർത്ഥ വഴിയും പറഞ്ഞുതരാം. 8.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് 1.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? മിച്ചം എത്ര മീറ്റർ? അതായത് ഹൗ മെനി പീസസ് ഓഫ് 1.5 meters ലോങ് റോപ്പ് ക്യാൻ ബി കട്ട് ഫ്രം 8.5 meters ലോങ് റോപ്പ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ്? അതായത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇങ്ങനത്തെ ചോദ്യം കണ്ടാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 8.5 മീറ്റർ നീളമുള്ള ഒരു കയറിന്ന് 1.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാനാ ചോദിച്ചത്. 1.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? അതായത് എത്ര മീറ്റർ ടോട്ടൽ ഞാൻ ഇവിടെ എഴുതരാം. ടോട്ടൽ എത്രയാ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ലെങ്ത് എത്രയാ? ടോട്ടൽ ലെങ്ത് എത്രയാ? 8.5. അതായത് ആകെ നീളമാണ് 8.5. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു കയറിൽ നിന്ന് 1.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണം മുറിച്ചെടുക്കാന്ന് പറഞ്ഞു. അതായത് ഒരു പീസിന്റെ നീളം, അതായത് വൺ പീസിൻ്റെത് 1.5. അങ്ങനെ 1.5 മീറ്റർ എത്ര എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കടാ. 10 മീറ്റർ നീളമുള്ള ഒരു കയറ്, അതിൽ 2 മീറ്റർ നീളമുള്ള എത്ര കഷ്ണം മുറിച്ചെടുക്കാൻ നമ്മൾ എങ്ങനെ കാണാം? 10 മീറ്റർ നീളമുള്ള ഒരു കയറിനെ 2 എണ്ണാക്കിയിട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ 10 ഹരിക്കണം 2, അപ്പൊ 5 കഷ്ണാക്കി മാറ്റും. അപ്പൊ എത്ര കഷ്ണം, ഈ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി പീസസ് എന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 8.5യും 1.5 ഡിവൈഡ് ചെയ്താൽ മതി. 8.5 സാധാരണ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെ 8.5 ശരിക്കും ഇങ്ങനെയാണെങ്കിലും എങ്ങനെ 8.5 സാധാരണ ഇംപ്രോപ്പറിലേക്ക് മാറ്റുക? വിഷമ ഭിന്നം. ആദ്യം ഈ 2 എഴുതുക. ഓക്കെ, എന്നിട്ട് 2 × 8 16. 16 ഒന്നും കൂട്ടി എത്രയാ? 17. അപ്പൊ ഇതിന്റെ മിശ്ര ഭിന്നസംഖ്യയാണ് 17. എത്രയാണ് ഇതിന്റെ മിശ്ര ഭിന്നസംഖ്യ? മിക്സഡ് ഫ്രാക്ഷൻ 17/2. അതുപോലെ 1.5ന്റെ മിശ്ര ഭിന്നസംഖ്യ എത്രയാടാ പറ? ഈ 2ആയ നമ്പർ ആദ്യം തന്നെ എഴുതുന്നു. എങ്ങനെ ആദ്യം ചെയ്യുന്നു? ഈ 2ഉം ഈ 1ഉം ഗുണിക്കുക. 2 1 ഗുണിച്ചാൽ 2, പിന്നെ ഈ 1നോട് കൂട്ടുക 3. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2 × 1 2
+1. അപ്പം 2ഉം 1 കൂട്ടിയ 3/2 ഇതിന്റെ മിക്സഡ്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര കഷ്ണങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ 17/2 ആകെ ലെങ്ത്. അതിൽ ഒരു കഷ്ണത്തിന് 3/2 ആണെങ്കിൽ എത്ര എണ്ണം, അതായത് ഹൗ മെനി പീസസ്, അതായത് പീസസ് അല്ലെ, എത്ര കഷ്ണങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് പീസസ് കാണാമെങ്കിൽ എങ്ങനെയാ 70/2 3/2 70/2 ഡിവൈഡഡ് ബൈ, ഹരിക്കുക വേണ്ടത്, കഷ്ണങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ ഹരിച്ചോളാം. അപ്പൊ 3/2 ഹരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ, ഈ ഇൻറ്റു ആ ഹരണം ചിഹ്നം മാറും കേട്ടോ. റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക എന്ന് പറയാം. അപ്പൊ 70/2 ഈ ചിഹ്നം ഇൻറ്റു ആകും 3/2. അതല്ല, സോറി, 3/2 ഇൻറ്റു, വെറുതെ ഇൻറ്റു അല്ല, ഇൻറ്റു ആകുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, റെസിപ്രോക്കൽ എടുക്കും. ഞാൻ പറഞ്ഞിരുന്നു, എഴുതാൻ വിട്ടുപോയതാ കേട്ടോ. ഈ 2 മുകളിൽ കയറും, ഈ 3 താഴത്തിറങ്ങും. അതായത് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 മുകളിൽ കയറുക, ഈ 3 താഴത്തിറങ്ങാം. അപ്പോൾ ഇൻറ്റു ആവും ചെയ്യും, ആ 3 താഴത്തിറങ്ങും, 2 മുകളിൽ കയറും ചെയ്യും. സിമ്പിൾ സാധനമാണ് കേട്ടോ, സിമ്പിൾ സാധനമാണ്. ഈ രണ്ടും ക്യാൻസൽ ചെയ്യാം. അവസാനം ബാക്കി എന്താ ഉള്ളത്, 17/3 മാത്രമേ ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് 70/3. നമുക്ക് 70/3 എന്ത് ചെയ്യാം, മുറിച്ച് ചെറുതാക്കാം. 70/3 അല്ലെ, 17 ഡിവൈഡഡ് ബൈ 3 ഇത്രടാ, 17 3 5 3 15. 17 15 പോയാൽ ദേ നമ്മുടെ ഉത്തരം റിമൈൻഡർ 2 അല്ലെ, ആൻസർ 5. അപ്പൊ ആൻസർ ഏതാണ് പറ, ആൻസർ 5 ആണ്. അപ്പൊ 5 കഷ്ണങ്ങൾ, 5 കഷ്ണവും പിന്നെ 2/3 അല്ലെ, അത് റിമൈൻഡർ ആയിട്ട് വരും കേട്ടോ. അപ്പൊ 5 കഷ്ണം കറക്റ്റ് 5 കഷ്ണമാക്കിയിട്ട് അതിന് മുറിക്കാൻ പറ്റും. എത്ര കഷ്ണം കറക്റ്റ് മുറിക്കാം, 5 കഷ്ണങ്ങൾ കറക്റ്റ് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, എത്ര കഷ്ണങ്ങൾ മുറിക്കാം എന്ന് ചോദിച്ചാൽ 5 കഷ്ണം മുറിക്കാം. പിന്നെ ചെറിയൊരു ശിഷ്ടം പോലെ സാധനമുണ്ട്, റിമൈൻഡർ ഉണ്ട്. മിച്ചം എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും, ടോട്ടൽ 8 ഉണ്ട് അല്ലെ ബാക്കി. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ബാക്കിയുള്ള കയറിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ബാക്കിയുള്ള കയറിന്റെ നീളം, അതായത് റിമൈനിങ്, എന്താ ചോദിച്ചത്, റിമൈനിങ് റോപ്പ്, ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് റോപ്പ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കേ, നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 5 കഷ്ണങ്ങൾ ഉണ്ട് അവിടെ, പക്ഷെ 5 കഷ്ണങ്ങൾക്ക് ആവശ്യമായ കയറിന്റെ നീളം എത്രയായിരിക്കും ഒന്ന് പറയാൻ പറ്റൂടാ. ഞാൻ പറഞ്ഞു ഇവിടെ 5 കഷ്ണങ്ങളാണുള്ളത്, ബാക്കി റിമൈൻഡർ ആണ്, അത് പോട്ടെ, അത് വിടും. അപ്പൊ 5 കഷ്ണങ്ങളുടെ നീളം എത്രയായിരിക്കും, 5 കഷ്ണങ്ങൾക്ക് ആവശ്യമായത് 5 കഷ്ണങ്ങളുടെ ആവശ്യമായ കയർ ഒന്ന് ആലോചിച്ച് നോക്ക്. 5 കഷ്ണങ്ങളുടെയാണ്, ഒരു കഷ്ണത്തിന് എത്രയാടാ, ഒരു കഷ്ണം, അതായത് 1 പീസ് എത്രയാ, 1 പീസ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു. 1 പീസ് എന്ന് പറഞ്ഞാൽ എത്രയാടാ, 1 പീസ് എന്ന് പറഞ്ഞാൽ 1.5, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 3/2 എന്ന് പറയാം. അതായത് 1 പീസ് 3/2 ആണെങ്കിൽ അവിടെ 5 കഷ്ണങ്ങളല്ലേ ഉള്ളത്, ഒന്ന് ആലോചിച്ച് നോക്കുക. 5 കഷ്ണങ്ങളും പിന്നെ എന്തോ ഒരു ചെറിയൊരു സാധനം റിമൈൻഡർ ഉണ്ട് അല്ലെ. 5 കഷ്ണത്തിന്റെ ആകെ ലെങ്ത് എത്രയായിരിക്കും, 5 കഷ്ണം, ഒരു കഷ്ണത്തിന് ഒരു മുട്ടായിക്ക് 2 റുപ്യ. അപ്പൊ 5 മുട്ടായിക്ക് എങ്ങനെ കാണാം, 5 × 2 അല്ലേ, അതുപോലെ. അപ്പൊ 5 കഷ്ണത്തിൻ്റെത് കാണണം ആദ്യം, എന്നിട്ട് കുറയ്ക്കുക വേണ്ട കേട്ടോ. അപ്പൊ 5 × 3/2 ഇതെങ്ങനെയാടാ ഗുണിക്കാം, 5ഉം 3ഉം ഗുണിക്കുന്നു, 15/2. 15ന്റെ പകുതി എത്ര ഞങ്ങൾക്ക് അറിയാലോ, 15ന്റെ പകുതി 7.5 ആണെന്ന്. 7.5 എന്താ അപ്പം ഉണ്ടായേ, 5 കഷ്ണങ്ങളുടെ നീളം, 5 കഷ്ണങ്ങളുള്ള ആ ഒരു കയറിന്റെ നീളമാണ് 7.5. ടോട്ടൽ എത്രയാ നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു, എത്രയാ ടോട്ടൽ 8 അല്ലെങ്കിൽ 17/2 അല്ലേ. ടോട്ടൽ 8 ആണെങ്കിൽ ആ 8 ടോട്ടൽ 8 അപ്പൊ റിമൈനിങ് എത്രയാന്ന് ചോദിച്ചാൽ 8.5 - 7.5. അതായത് 5 കഷ്ണങ്ങളുടേത് 7.5 അല്ലേ, ടോട്ടൽ 8 അല്ലേ. അപ്പൊ 8.5 - 7.5 1 മീറ്റർ. 1 മീറ്റർ. സെറ്റല്ലടാ, സെറ്റല്ലേ. ആ ഒരു ഐഡിയ കത്തിയാൽ മതി കേട്ടോ, ഒരേ പൊളി സെറ്റായിട്ട് ഇരിക്കും. പക്ഷെ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയും കാണാം,
ഓക്കെ, എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എങ്ങനെ കാണാറിയോ? 1.5 അല്ലടാ, 1.5 മീറ്റർ ആണ് ഒരു പീസ്. അപ്പോൾ 1.5 1.5 1.5 1.5 1.5 അല്ലേ? ഒന്ന് ആലോചിക്കാം. 1.5 1.5 3, പിന്നെ 1.5 കൂട്ടുക 4.5, പിന്നെ ഒരു 1.5 കൂടെ കൂട്ടുക 6, പിന്നെ ഒരു 1.5 കൂടെ കൂട്ടുക 7.5. അപ്പോൾ 7.5 ആകുമ്പോൾ 5 കഷ്ണം, കറക്റ്റ് 5 കഷ്ണം ഉണ്ടാക്കാം 7.5 വരെ. പക്ഷെ 8.5 കഷ്ണമാണ്, 8.5 ആകെ നീളം. അപ്പോൾ 7.5 നിന്ന് 8.5 ആവാൻ 1 മീറ്റർ. അങ്ങനെ ചിന്തിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞെന്താ, എത്ര എണ്ണം വേണം ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ടോട്ടൽ എത്രയാണോ നീളം അത് ഡിവൈഡഡ് ബൈ ഒരു പീസിന്റെ നോക്കിയപ്പം 5 കഷ്ണം എന്ന് കിട്ടിയതാ. 5 കഷ്ണം കറക്റ്റ് ഉണ്ട്, ബാക്കി റിമൈൻഡർ ഉണ്ട്. അപ്പൊ 5 കഷ്ണത്തിന് ആകെ എത്ര നീളം വേണം? 15/2. അപ്പൊ 5 × 3/2. എങ്ങനെ 3/2 കൊണ്ട് ഗുണിച്ചെന്തുകൊണ്ടാ? ഒരു പീസ് 3/2 ആണ്, അതുകൊണ്ടാണ് 5 എണ്ണത്തിന്റെ അപ്പൊ 3/2 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ 15/2, അതായത് 7.5. 15/2 പറഞ്ഞാൽ 7.5 അല്ലേ? അപ്പൊ 8 7.5 കുറച്ചാ 1.5. ഏത് പുളി? ഒരേ പുളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേക്കിട്ടാ, ഒന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേക്ക്. അപ്പൊ നമ്മുടെ ആ ഒരു ചോദ്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതും കൂടെ ചെയ്താൽ അത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇതും കൂടെ ചെയ്താൽ അത് കഴിയും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. Among two numbers larger is 1 2/3 the smaller, then what part? എടാ, ഈ പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് പാർട്ട് ഭാഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് 1 2/3 ചെറിയ സംഖ്യയുടെ 1 2/3 മടങ്ങാണെങ്കിൽ വലിയ സംഖ്യയുടെ എത്ര ഭാഗമാണ്? അതായത് ഭാഗവും ടൈംസും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് മടങ്ങാണ്. നോക്ക്, വേഗം കൈയോടാ. മടങ്ങ് ടൈംസ് എത്രയാന്ന് ഓല് പറഞ്ഞിട്ടുണ്ട്. ടൈംസ് പറഞ്ഞത് മടങ്ങ് 1 2/3. ദാ ഇതിനൊന്ന് മാറ്റിക്ക്. ഈ 3 എഴുതാ, ആദ്യം 3 ആദ്യം എഴുതണം കേട്ടോ. എന്നിട്ട് 1 × 3 3 2 5/3. 5/3 മടങ്ങ് എന്ന് നമുക്ക് പറയാം. സെയിം സാധനം തന്നെ, ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഭാഗമാണ് ചോദിച്ചത്. വാട്ട് പാർട്ട്. എടാ, പാർട്ട് ചോദിച്ചാൽ, ഭാഗം ചോദിച്ചാൽ, ഞാൻ നേരത്തെ ചോദ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞതാ, ഭാഗം ചോദിച്ചാൽ നേരെ തല കുത്തനിട്ടാൽ മതി, റെസിപ്രോക്കൽ ഇട്ടാൽ മതി. എല്ലാ ചോദ്യത്തിന്റെയും ടൈം, അതായത് ടൈം പറഞ്ഞാൽ ടൈംസ്, മടങ്ങ് ചോദിച്ചിട്ട് മടങ്ങ് തന്നിട്ട് ഭാഗം കാണാൻ പറഞ്ഞ നേരെ തലതിരിക്കാം. അപ്പൊ മടങ്ങ് 5/3 ആണെങ്കിൽ ഈ 3 മുകളിൽ കയറും, ഈ 5 താഴെ ഇറങ്ങും. അപ്പൊ 3/5 ഭാഗം പാർട്ടായിരിക്കും കേട്ടോ. 3/5 പാർട്ട്. ഓക്കെ, നേരത്തെ അതേ ടൈപ്പ് സാധനം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ സെയിം സാധനം തന്നെ, ഒരു മാറ്റവും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. നേരെ തല തിരിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ആൾ. താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ലൈക്ക് കൂടെ അടിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇതുപോലത്തെ. അപ്പൊ കിടിലമായിട്ട് പഠിക്കാം. ഇന്നൊക്കെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണാം. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമന്റ് ഫീഡ്ബാക്ക് ആയിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്സ്. ബൈ.